വന്നിരിക്കുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള റോസ് മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോഴേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 4 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. 1/3 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. റോസ് എസൻസ് എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസും എടുക്കാം. ഇനി മുട്ട നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഹൈ സ്പീഡിലിട്ട് നമുക്ക് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. കുറേശ്ശെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ മുട്ട നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി. ഇനി ബീറ്റർ നമുക്ക് മാറ്റി വയ്ക്കാം. ഈ മുട്ടയുടെ മിക്സിലേക്ക് 1 ടീസ്പൂൺ റോസ് എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സാവധാനം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു സ്പാച്ചുല ഉപയോഗിച്ച് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ പാലിൽ കുറച്ച് റോസ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. റോസ് മിൽക്ക് കേക്ക് ആയതുകൊണ്ട് കേക്കിന് റോസ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കളർ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലും കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്. ഇങ്ങനെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സാവധാനം വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാൻ 8 ഇഞ്ച് ഗ്ലാസ് ബൗളിലാണ് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. ഗ്ലാസ് ബൗളിൽ ഞാൻ ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ബട്ടർ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും ആക്കി കൊടുക്കാം. ഇനി കേക്ക് ബാറ്റർ നമുക്ക് ഈ ബൗളിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. മൊത്തമായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. സാവധാനം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കേക്ക് ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 160 ഡിഗ്രിയിൽ 25 മിനിറ്റാണ് എനിക്കൊരു കേക്ക് ബേക്കായി കിട്ടാനെടുത്ത സമയം. 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൗ ടോപ്പിലും ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാം. ഇനി കേക്ക് നമുക്ക് ഓവനിലേക്ക് വെക്കാം. 25 മിനിറ്റ് കൊണ്ട് എൻ്റെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി കേക്ക് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം ഈ കേക്കിലേക്കുള്ള മിൽക്ക് മിക്സ് റെഡിയാക്കി എടുക്കണം. ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഇവാപറേറ്റഡ് മിൽക്ക് ഉണ്ടെങ്കിൽ 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ഇവാപറേറ്റഡ് മിൽക്ക് ഇല്ല. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു മിക്സിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ റോസ് എസൻസും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ മിക്സ് വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അരിച്ചെടുത്തിട്ടില്ല. ഇതിലേക്ക് ഞാൻ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിങ്ക് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് മിൽക്ക് മിക്സ് നമുക്ക് മാറ്റി വയ്ക്കാം. കേക്ക് നന്നായി തണുത്തതിന് ശേഷം വേണം കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു ബൗളിൽ തന്നെയാണ് കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത്. കേക്കിൽ ഇനി ഹോൾസ് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു സ്ക്യൂർ വെച്ചിട്ടും ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. ഇനി മിൽക്ക് മിക്സ് കേക്കിൽ
എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ മിൽക്ക് മിക്സ് അരിച്ചെടുക്കാത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇത് വിപ്പിംഗ് ക്രീമിൻ്റെ ക്രംസാണ് ഇങ്ങനെ കിടക്കുന്ന മുകളിലായിട്ട്. എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഈ മിൽക്ക് മിക്സ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. കേക്ക് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കണം. ഇനി കേക്ക് 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഈ സമയം നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. കേക്ക് 10 മിനിറ്റിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോസിലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ നോസിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഐസിങ് ബാഗ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ക്രീം ഇങ്ങനെ വെച്ച് കൊടുത്ത് ഒന്ന് പൊന്തിച്ചെടുത്താൽ മതി കേട്ടോ. ഈ ഒരു കേക്കിന് ഇതാണ് ട്രസ്ലെസ് ചീസ് കേക്കിൻ്റെ ഡിസൈന്. എല്ലാ ഭാഗത്തും ഇതേപോലത്തെ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഇനി ഞാൻ കുറച്ച് പിസ്ത പൊടിച്ചെടുത്തിട്ടുണ്ട്. പിസ്ത പൊടിച്ചെടുത്ത് നമുക്ക് കേക്കിന് മുകളിലായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അരിപ്പയിലാക്കിയിട്ടാണ് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും പിസ്തയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി മുകളിലായിട്ട് കുറച്ച് ഡ്രൈ റോസ് പെറ്റൽസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, റോസ് മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കേക്ക് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇങ്ങനെ കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻസ് അറിയിക്കണം. അപ്പോൾ ആ കേക്ക് ഞാൻ മുറിച്ചിട്ടുണ്ട്. കേക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. ഇനി കേക്ക് കഴിക്കുന്ന സമയത്ത് നമുക്ക് കേക്കിന് മുകളിലായിട്ട് കുറച്ച് മിൽക്ക് മിക്സ് ചേർത്ത് കൊടുത്തിട്ട് മിൽക്ക് മിക്സ് കൂടി ചേർത്തിട്ട് വേണം നമ്മൾ ഈ ഒരു കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് കേക്ക് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.